ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഇത് അനാവശ്യ ചോദ്യമല്ല. വോട്ടിന് കൊണ്ട് കാശ് കൊടുക്കുന്നു, അത് കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ മാധ്യമങ്ങളുടെ മണ്ടയ്ക്ക് കയറൽ, മുല്ലപ്പൂ വെച്ച നിഴൽ പോലെയുള്ള തമാശ പറയൽ, അത് കഴിഞ്ഞ് ആണെന്ന് പറയൽ, സാരി വിതരണം, കിറ്റ് വിതരണം, നേമത്ത് ലിറ്റർ കണക്കിന് മദ്യം പിടിച്ചു എന്ന് പറഞ്ഞ മന്ത്രി ശിവൻകുട്ടിയാണ്. ഏത് നരനായ്ക്കളെ ഈറ്റ കള്ളത്തരം പാടി നടക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP ചെയ്തത് എന്താണ് എന്നൊരു ആത്മ പരിശോധന നിങ്ങൾ നടത്തിയോ JR? അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യം. തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞത് വികസിത ഭാരതം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ വികസിത കേരളം എന്നുള്ളൊരു സങ്കല്പം മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ വികസന രാഷ്ട്രീയമാണ് കേരളത്തിൽ പറഞ്ഞിട്ടുള്ളത്. വെറും വാഗ്ദാനം കിട്ടുകയില്ല, അതുകൂടെ മനസ്സിലായില്ലേ? വരൂ. ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഞങ്ങളുടെ ആ ആശയങ്ങളോട് യോജിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ പോലെ കെട്ടുകഥ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ആയി മുന്നോട്ട് പോയി. ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു വലിയ വിജയവും ഉണ്ടാവും. മതി കൂടുതൽ വിവരിക്കണ്ട. എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു ഇവിടെ. BJPയുടെ വളർച്ചയിൽ അല്ലെങ്കിൽ NDAയുടെ വളർച്ചയിൽ ചിലർക്ക് വിഷമമുണ്ട്. രാഷ്ട്രീയം പാർട്ടികളും അതുപോലെ തന്നെ മാധ്യമ കുറേ സുഹൃത്തുക്കൾക്കും NDA അധികാരത്തിൽ വരികയോ അല്ലെങ്കിൽ NDAയിൽ കൂടുതൽ ജനങ്ങൾ വിശ്വാസം അർപ്പിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കുറേ കള്ളക്കഥകൾ പ്രചരിപ്പിക്കാറുണ്ട്. കേരളത്തിൽ ബഹുജന അടിത്തറ ഭാരതീയ ജനതാ പാർട്ടിക്ക് വളർത്തിയെടുക്കാൻ, ബഹുജനങ്ങളിടയിലേക്ക് കടന്നു ചെല്ലാനും കാര്യമായിട്ട് വികസന രാഷ്ട്രീയം മുന്നോട്ട് വെച്ചിട്ടുള്ള ആ പ്രസ്ഥാനത്തെ കൂടെ ചേർത്ത് നിർത്താനും ജനങ്ങൾ തയ്യാറായി വന്നപ്പോൾ നടത്തിയിട്ടുള്ള ചില ശ്രമങ്ങളാണ്. സാർ വിഷമിക്കണ്ട, ഫ്രോഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രോഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. അതെങ്ങനെയാണെന്ന് പറയാൻ കഴിയും? ഇവിടെ ഒരു വോട്ടർക്ക് കൊണ്ട് പണം കൊടുക്കുന്ന കാര്യം കയ്യോടെ ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ ഫുൾ പ്രൂഫായി കയ്യോടെ പിടിക്കപ്പെടുന്നു. ഇത് ചതിയാണ്, കൊടും ചതി. അത് കയ്യോടെ പിടിക്കപ്പെടുന്നു. കയ്യോടെ പിടിക്കപ്പെടുമ്പോൾ വന്ന് നിഴൽ വെച്ച മുല്ലപ്പൂ വെച്ച നിഴലാണെന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് ആണെന്ന് പറയുന്നു. ഈ പറയുന്ന മാധ്യമങ്ങൾക്കെതിരെ വെറുതെ ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. കോൺസ്പിറസി തിയറി പറയുന്നു. ഇത് കാണുന്ന നാട്ടുകാർക്ക് മനസ്സിലാവില്ല എന്താ യഥാർത്ഥ കാരണം. മതി, ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും. പക്ഷെ നിനക്ക് പറ്റുന്നതൊക്കെ അബദ്ധമാണ്, അതാ കുഴപ്പം. എന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു. അല്ല, ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ കൂടെ വന്ന ആ സ്ത്രീയാണ് സീമ രാജീവാണ് കൊണ്ട് സ്ഥാനാർത്ഥി. അതെ, നിങ്ങൾ തെറ്റായി സീമ രാജീവാണ് കൊണ്ട് പണം കൊടുത്തത് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന കാര്യമാണ്. സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. എനിക്കൊരു പെണ്ണിനും പെടക്കോഴിനും അറിയില്ല. ഞാൻ ആർക്കും കാശ് കൊടുക്കാനും പറഞ്ഞിട്ടില്ല. കൂടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ നേതാവ് സീമ രാജീവാണ് കൊണ്ട് പണം കൊടുത്തത്. എന്നിട്ട് അവരെ അറിയത്തുപോലും ഇല്ല, അതിന്റെ നിഴലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാട്ടുകാർ കാണുന്നതും കേൾക്കുന്നതല്ലേ? അങ്ങനെ നാട്ടുകാരുടെ ബുദ്ധിയെ കളിയാക്കാവോ? സംഗതി ഒരുമാതിരി നെയ്റോസ്റ്റ് വരക്കും പോലെ പരന്നിട്ടുണ്ട്. എന്റെ കൂടെ ഇല്ലല്ലോ, ഞാനും പ്രമേള. ആ സ്ത്രീ എന്തുകൊണ്ടാണ് കാറിൽ കാണുന്ന ഭാഗം നിങ്ങൾ കാണിക്കാത്തത്? എന്റെ കാറിലാണോ അവര് വന്നത്? ഇവിടെ മോല് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. ശോഭയുടെ കാറിൽ നിന്ന് ഇവർ ഇറങ്ങുന്ന ചിത്രവും കോൺഗ്രസ് പുറത്തുവിട്ടു. മിസ്റ്റർ തോമിച്ചൻ, എന്തോ ഒരുപാട് നേരമായി ചൊറിയുന്നു. എവിടെയാച്ചോ? ഇയാള് ഞങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്ന്. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.